ഒരു വാക്യം വായിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 28-ാം വാക്യം. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു കൊള്ളുവിൻ. 31 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കണമെന്ന് താല്പര്യമുണ്ട്. എന്നാൽ എനിക്ക് തന്നിരിക്കുന്ന സമയത്തിൻ്റെ ഉള്ളിൽ എനിക്ക് നിർത്തേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് വേഗത്തിൽ ചില കാര്യങ്ങൾ പറയുവാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പോസ്തലനായ പൗലോസിൻ്റെ 3ാമത്തെ മിഷണറി യാത്ര, അത് അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം 23-ാം വാക്യം മുതൽ 21-ന്റെ 16-ാം വചനം വരെ നീണ്ടുകിടക്കുന്ന ആ അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 20-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ എഫെസോസിൽ പ്രധാനമായി ഈ 3ാം മിഷണറി യാത്രയിൽ പൗലോസ് ശുശ്രൂഷിച്ചുവെന്നും അത് 3 വർഷമായിരുന്നു എന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വായിച്ച ഈ വാക്യം 18-ാം വാക്യം മുതൽ 35-ാം വാക്യം വരെ നീണ്ടുകിടക്കുന്ന എഫെസോസിലെ മൂപ്പന്മാർക്കെടുത്ത ഒരു സ്റ്റഡിയാണ്, അല്ലെങ്കിൽ മിലത്തോസിൽ വെച്ച് പാസ്റ്റേഴ്സ് കോൺഫറൻസിൽ പൗലോസ് സംസാരിക്കുന്ന ഒരു വേദഭാഗമാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പൗലോസിൻ്റെ വിടവാങ്ങൽ ദൂതാണ്. ഈ പ്രസംഗത്തെ തന്നെ 3ആയി തിരിക്കാം. 18 മുതൽ 21 വരെയുള്ള വചനങ്ങളിൽ പൗലോസ് തൻ്റെ 3 വർഷത്തെ ശുശ്രൂഷ, എഫെസോസിലെ ശുശ്രൂഷയെ വിലയിരുത്തുകയാണ്, കുറിച്ച് ചൂണ്ടിക്കാണിക്കുകയാണ്. അതാണ് നമ്മൾ വായിച്ച് തുടങ്ങിയത്. 3 വർഷത്തിനകം 2ാം നിര ലീഡേഴ്സിനെ പോൾ വാർത്തെടുത്തു എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അവിടെയൊന്നും എനിക്ക് നിൽക്കാൻ ഒക്കുന്നില്ല. എന്നെ കർത്താവ് ഇതിനകത്ത് ഏൽപ്പിച്ച ഒരു പ്രത്യേക ദൂതുണ്ട്, അതെനിക്ക് പറയേണ്ടതും ആവശ്യമാണ്. അപ്പോൾ തന്നെ ആ ദൂതിലേക്ക് നിങ്ങളെ നടത്തുവാനായി അത്യാവശ്യ ചില കാര്യങ്ങൾ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുകയും വേണം. നമ്മുടെ ലോക്കൽ ചർച്ച ആകട്ടെ, സംഘടനയിലാകട്ടെ, where is the second level, third level leadership? ചിന്തിക്കാൻ വേണ്ടി മുന്നോട്ട് വയ്ക്കുകയാണ്. ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് 28-ാം വാക്യം മുതലാണ്. ആ 28-ാം വാക്യം ജനറൽ ഒബ്സർവേഷനായി 3 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഉത്തരവാദിത്തത്തിലേക്ക് പ്രവേശിക്കാം. 1, ദി ഇൻവോൾവ്മെന്റ് ഓഫ് ദ ട്രയൂൺ ഗോഡ്. സഭ എന്ന് നമ്മൾ പറയുമ്പോഴേ ത്രിയേക ദൈവം സഭയിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് നമ്മൾക്ക് ഈ വാക്യത്തിൽ കാണാൻ കഴിയും. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭ. ഈ വലിയ കാര്യത്തിലാണ് കൃപയാൽ നമ്മളെ ശുശ്രൂഷകരായി ദൈവം വിളിച്ചിരിക്കുന്നത്. സഭ സംഘടനയുടെ അല്ല. ചിലപ്പോൾ വസ്തുവകകളും ബിൽഡിങ്ങുമായിരിക്കാം, സഭ ദൈവത്തിൻ്റെതാണ്. അത് ശരിക്ക് ഗ്രഹിക്കുമ്പോഴാണ് നമ്മുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഗൗരവം നമുക്ക് ബോധ്യമാകുന്നത്. ഇവിടെയൊക്കെ നമുക്ക് പലതും പറഞ്ഞു നിൽക്കാം. ദ ചർച്ച് ഈസ് ഗാഡ്സ് പ്രോപ്പർട്ടി. അതാണ് നമ്മളവിടെ വളരെ ക്ലിയർ ആയിട്ട് കാണുന്നത്. ദൈവത്തിൻ്റെ സഭയെ മേയ്ക്കുവാൻ ശലോമോൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴേ, വാസ്തവത്തിൽ ദൈവം അദ്ദേഹത്തിന് പ്രത്യക്ഷമാകുമ്പോഴേ, പഴയ നിയമത്തിൽ 2 ദിനവൃത്താന്തം 1:10 ശലോമോനോട് ദൈവം ചോദിക്കുന്നത് എന്താണ് വേണ്ടത്. അപ്പം നമുക്കറിയാം ആ കാര്യം, ജ്ഞാനം വേണം. അവിടെ ശലോമോൻ്റെ ഒരു പ്രയോഗമുണ്ട്. ദിസ് ഗ്രേറ്റ്
പീപ്പിൾ ഓഫ് യോഴ്സ്. ജനം നിൻ്റേതാണ്. ഈ ജനത്തെ നയിക്കാൻ എനിക്ക് ജ്ഞാനം. ഞാൻ ശ്രദ്ധിച്ചതിൻ്റെ അടുത്ത വാക്യത്തിൽ, അതിൻ്റെ 11-ാം വാക്യത്തിൽ ദൈവം ഇതിന് റെസ്പോണ്ട് ചെയ്യുമ്പോൾ, യു ഹാവ് നോട്ട് ആസ്ക്ഡ് ലോങ് ലൈഫ് ബട്ട് ഫോർ വിസ്ഡം ആൻഡ് നോളജ് ടു ഗവേൺ മൈ പീപ്പിൾ. ഇത് തന്നെയല്ലേ പുതിയ നിയമത്തിലും? അപ്പം നമ്മുടെ വസ്തുക്കൾ, മറ്റ് ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ തീർച്ചയായും അതിൻ്റെ രജിസ്ട്രേഷനുണ്ട്, അതിന് ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ സഭ എന്ന് പറയുന്നത് ഇറ്റ്സ് പീപ്പിൾ. രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളാണ്. അവർ ദൈവത്തിൻ്റെ വകയാണ്. അത് ആ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. പിതാവാം ദൈവത്തിൻ്റെ വക. 2, ഒരു പ്രയോഗം അവിടെ എഴുതിയിരിക്കുന്നത് ഒന്ന് നോക്കിയേ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭ. ദൈവത്തിന് രക്തമുണ്ടോ? ദൈവമാത്മാവാണ്. ദൈവത്തിന് ശരീരവും രക്തവും ആത്മാവാകുന്ന ദൈവത്തിന് ഇല്ല. പിന്നെ ഇതെന്താണ് ഈ പ്രയോഗം? യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ പോള് സൂചിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവവചന ഭാഗമാണ്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന കാലഘട്ടത്തിൽ ഈ വാക്യം വിശേഷാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. യേശുവിനെ ദൈവമെന്ന് സംബോധന ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വാക്യമാണ്. ഇറ്റ് ഈസ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ്. അത് നമുക്ക് 1 പത്രോസ് 1:18-19 ഈ വാക്യങ്ങളിലൊക്കെ നമുക്കറിയാം. ഇനിയും ഗുഡ് ന്യൂസ് പോലുള്ള ഒരു ലളിത ട്രാൻസ്ലേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, സോ കീപ് വാച്ച് ഓവർ യുവർ സെൽഫ്സ് ആൻഡ് ഓവർ ഓൾ ദ ഫ്ലോക്ക് വിച്ച് ദ ഹോളി സ്പിരിറ്റ് ഹാസ് പ്ലേസ്ഡ് in your care, be shepherds of the church of God which he made with his own through the sacrificial death of his own son. വളരെ പ്ലെയിൻ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പറയുന്നത് 3 ഒബ്സർവേഷൻസ് മാത്രമാണ്. 3-ാമത്തെ കാര്യം, ഇതെല്ലാം വിശദീകരിക്കേണ്ടതാണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനൊക്കുന്നില്ല. 3-ാമത്തെ കാര്യം അല്പം ഒന്ന് നിൽക്കണം. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷനാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു കൊള്ളുക. 3, ഹോളി സ്പിരിറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ്. ഫാദർ ഗോഡിൻ്റെതാണ് ദ പീപ്പിൾ bought by the blood of Jesus Christ, and you are appointed by the Holy Spirit. എൻ്റെ പ്രിയ സഹോദരിമാരെ, കൂട്ടുവേലക്കാരെ, എന്നെ ഉണർവിൻ്റെ കാര്യം പറഞ്ഞ് 40 അല്ല 400 ഇരുന്നാലും പരിശുദ്ധാത്മാവല്ല നിങ്ങളെ അപ്പോയിൻ്റ് ചെയ്തെങ്കിൽ ഒരു ഉണർവും വരില്ല. അത് അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരിക്കണം. തീ സ്വർഗത്തിൽ നിന്നാണ് വീഴേണ്ടതെങ്കിൽ യാഗപീഠം ക്രമീകരിച്ചിരിക്കണം. യാഗപീഠം ക്രമീകരിക്കാതെ നമുക്ക് കുറേ തീയുടെ ഫോർമാറ്റ് ഉണ്ടാക്കാം. അത് ആ സെഷൻ കൊണ്ടങ്ങ് കഴിയത്തേ ഉള്ളൂ. ഇന്ന് പകൽ നിങ്ങളുടെ ശുദ്ധ മനസാക്ഷി ഉണർത്താൻ ഞാൻ നിങ്ങളോട്, നിങ്ങളുടെ കൂട്ട് സഹോദരൻ എന്ന നിലയിൽ ചോദിക്കുക, പരിശുദ്ധാത്മാവാണോ എല്ലാവരെയും അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത്? തിങ്ക് അബൌട്ട് ഇറ്റ്. അതിനപ്പുറത്ത് ഞാൻ ഇന്ന് പകൽ വിശദീകരിക്കുന്നില്ല. കാരണം എനിക്ക് പ്രധാനമായും മറ്റ് ചില കാര്യങ്ങളിലേക്ക് കൊണ്ടുവരണം. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യം, അപ്പോസ്തല പ്രവൃത്തി 13-ന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം, ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ ഒരു രാത്രി മുഴുവൻ നിന്ന് പ്രാർത്ഥിച്ച് കർത്താവ് പ്രത്യേകമായിട്ട് 12 പേരെ തിരഞ്ഞെടുക്കുന്നതൊക്കെ നമുക്കറിയാമല്ലോ. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 6 അതിൻ്റെ 12, 13 വാക്യങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാതെ ഞാൻ നമ്മുടെ ഇടയിൽ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ തന്നെയല്ല, എനിക്ക് 54 വർഷമായി AGയുടെ അംഗമാണ്. ഞാൻ അധികം അങ്ങനെ പ്രത്യക്ഷത്തിൽ വരുന്നില്ലെന്നേ ഉള്ളൂ. ധാരാളം അസംബ്ലീസ് ഓഫ് ഗോഡുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അപ്പം വളരെ കൃത്യമായിട്ട് ഞാൻ പറയാം എന്താണ് നമ്മുടെ ഇടയിൽ നടക്കുന്നത്. പലപ്പോഴും ഒരു ട്രാൻസ്ഫർ വരുമ്പോൾ നമുക്കനുകൂലമായ പുള്ളികളെ നമ്മൾ കൊണ്ടുവന്ന് പ്രത്യേകമായി സെക്ഷനിൽ നിർത്തിയാൽ ഹോളി സ്പിരിറ്റ് ആണോ തന്നത്? എന്നിട്ട് നമ്മൾ ഉപവസിച്ച് തമ്പറിട്ട് തല്ലിപ്പൊട്ടിച്ച ഉണർവുണ്ടാകുമോ? ബോംബെയിൽ നിന്നോ പഞ്ചാബിൽ നിന്നോ ബാംഗ്ലൂരിൽ നിന്നൊക്കെ ആളുകൾ വന്ന് പലതും പറയും. അടിസ്ഥാനപരമായി ചേഞ്ച് നടക്കുന്നില്ല എങ്കിൽ there will be no movement. That's clear. ഇതാരെങ്കിലും പറയണം. എനിക്ക് കൃപയാൽ 45 മിനിറ്റ് കിട്ടിയിരിക്കുകയാണ്. I have to speak.
നമ്മൾ തിരിഞ്ഞ് മടങ്ങി മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. പ്രാർത്ഥിച്ചാൽ കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിയോഗിക്കാനും വിശ്വസ്തനാണ്. അവിടുത്തെ കരം കുറുതായി പോയിട്ടില്ല. നമ്മൾ ആരെയും നമ്പേണ്ട കാര്യമില്ല, ആരുടെയും കാല് പിടിക്കേണ്ട കാര്യമില്ല. ദൈവമാണ് എന്നെ വിളിച്ചതെങ്കിൽ ദൈവത്തിനറിയാം എന്നെ എവിടെ പ്ലേസ് ചെയ്യണമെന്ന്. അവിടെ ഉണർവ് സംഭവിക്കും, അവിടെ ദൈവകൃപ വ്യാപരിക്കും, അവിടെ ദൈവത്തിന്റെ അധികാരം എൻ്റെ പിൻപിൽ ബാക്ക് ചെയ്യും. അല്ലാതെ പഴുപ്പുള്ളിടത്ത് നമ്മളിത് വെച്ച് കെട്ടിയിട്ട് നാളെ ഉണർവെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഉണർവ് തരുന്നവനല്ല ദൈവം. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ, അതൊക്കെ ഒത്തിരി വിശദീകരിക്കാനുണ്ട്. ഇപ്പം അതിന് ഒക്കത്തില്ല. പ്രധാന ദൂത് അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് 28-ാം വാക്യം ഇനി നമുക്ക് നോക്കാം. കാതലായ ദൂതുകളിലേക്ക് വരിക. ഞാനിപ്പോൾ 3 ഒബ്സർവേഷൻസ് ആണ് 28-ാം വാക്യത്തിൽ പറഞ്ഞത്. ദ ട്രയൂൺ ഗോഡ് ഈസ് ഇൻവോൾവ് ഇൻ ചർച്ച്. ത്രിയേക ദൈവം സഭയിൽ എങ്ങനെയാണ് ഇൻവോൾവ് ആയിരിക്കുന്നത്? പിതാവാം ദൈവത്തിൻ്റെ വകയാണ് ഈ സഭ. അവിടെ തന്നെ നടുങ്ങണം നമ്മൾ. പരിശുദ്ധാത്മാവാണ് നമ്മളെ അവിടെ ചുമതല ഏൽപ്പിച്ചതെങ്കിൽ, ഈ ജനം യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയവരാണ്. നമ്മളൊരു വാക്കുച്ചരിക്കണമെങ്കിൽ ആത്മാവ് പറയാതെ നമുക്കത് ചെയ്യാൻ കഴിയുമോ? എത്ര ഉത്തരവാദിത്തമുള്ളതാണ്. കാരണം ഇതിലെല്ലാം ഒടുക്കലത്തെ ദിവസം എണ്ണി എണ്ണി കണക്ക് പറയേണ്ടവരാണ് നമ്മൾ. അപ്പം ഇതാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി റെസ്പോൺസിബിലിറ്റീസിലേക്ക് പോകുമ്പോൾ നിങ്ങളവിടെ ശ്രദ്ധിക്കുക. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവീൻ. എന്ത് സൂക്ഷിക്കണം? 1, നിങ്ങളെ തന്നെ സൂക്ഷിക്കണം, ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിക്കണം. തുടങ്ങുന്നത് അങ്ങനെ, നിങ്ങളെ തന്നെയും. അപ്പോൾ ഒന്നാമത് ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കുന്നതിന് മുൻപ് ഉപദേശിയെ സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. അവിടെ നമുക്ക് അല്പസമയം നിൽക്കാം. എന്താണ് ഇതിൻ്റെ അർത്ഥം? 2 വിഭാഗമായി ഞാനത് പറയാം. 1, സഭാ ശുശ്രൂഷകനായി ഞാൻ വർഷങ്ങളായിട്ട് സഭാ ശുശ്രൂഷയിലാണ്. മറ്റ് പലർക്കും ഉണ്ടാകാത്ത ടെസ്റ്റിങ്ങുകൾ, ടെംപ്റ്റേഷനുകൾ, ട്രയലുകൾ, ഇതെല്ലാം ഒരു സഭാ ശുശ്രൂഷകൻ ഉണ്ടാകും. നിങ്ങളെല്ലാവരും അത് അനുഭവിച്ചിട്ടുള്ളവരാണ്. അതിൻ്റെ നടുവിൽ ജീവിത വിശുദ്ധി കാത്ത് നാം നമ്മെ തന്നെ സൂക്ഷിക്കാൻ കടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കാതെ എനിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം, എൻ്റെ കുടുംബത്തിൻ്റെ ആത്മീകത, എൻ്റെ ആത്മീകത എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ സൂക്ഷിക്കാതിരുന്നാൽ ഞാൻ എങ്ങനെയാണ് ജനത്തെ സൂക്ഷിക്കുന്നത്? വളരെ പ്രധാനമായി പോള് തൻ്റെ വിടവാങ്ങൽ ദൂതിൽ മിലത്തോസിലുള്ള മൂപ്പന്മാർ പാസ്റ്റേഴ്സ്, 28-ാം വാക്യത്തിൽ എൽഡേഴ്സ് അല്ലെങ്കിൽ മൂപ്പന്മാരോട് ചേർന്ന് മേയ്ക്കണം. ഷെപ്പേർഡ് എന്ന വാക്കും ഓവർസിയർ എന്ന വാക്ക് ഇന്റർചേഞ്ചബിൾ ആയിട്ട് ഇതെല്ലാം ഉപയോഗിച്ചിരിക്കുകയാണ്. പാസ്റ്റേഴ്സിനെ വിളിക്കുകയാണ്. അവരാദ്യം അവരെ തന്നെ സൂക്ഷിക്കണം. 1 തിമോത്തിയോസിന്റെ ലേഖനം 3:1-7 വരെ, തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 6 മുതൽ 9 വരെ 2 ലിസ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു അധ്യക്ഷനായി ഉള്ളവരുടെ ക്വാളിഫിക്കേഷൻസ്. അതിനെ 5ആയി തിരിച്ചാൽ 4 കൂട്ടം കാര്യങ്ങൾ വ്യക്തിപരമായ ആളിൻ്റെ ക്വാളിറ്റി സംബന്ധിച്ചും, വേറെ ഒരു കാര്യം പ്രൊഫഷണലായിട്ട് അത് ദൈവവചനം ശുശ്രൂഷിക്കാൻ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ സമർത്ഥനായിരിക്കണം. എന്താ വാക്യമൊക്കെ പറയുന്നത്? 1, വ്യക്തിപരമായ ജീവിതം. 2, കുടുംബ ജീവിതം. 3, സാമൂഹ്യ ജീവിതം. 4, ഫിനാൻഷ്യൽ സാമ്പത്തികമായിട്ടുള്ള ജീവിതം. ഈ 4 കാര്യങ്ങളും സൂക്ഷിക്കേണ്ട മേഖലയാ. ഉപദേശം സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ ഹൗ ക്യാൻ യു മിനിസ്റ്റർ ടു ദ പീപ്പിൾ? ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്.
എന്താ ഇത്ര കർശനമായ കാര്യം? ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇവിടെ നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞ തടിതപ്പാം, പക്ഷേ ഇതിന് പിടിവീഴുന്ന ഒരു ദിവസമുണ്ട്. പരിശുദ്ധാത്മാവാക്കി വെച്ചിരിക്കുന്ന ആളുകൾ ഒന്നാമത് അവരെ തന്നെ സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. വ്യക്തിപരമായി നമ്മുടെ കുഞ്ഞുങ്ങൾ ഏത് നിലവാരത്തിലാണ് വളരുന്നതെന്ന് സൂക്ഷിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ഉപദേശിയുടേതാണ്. പിള്ളേര് കൃപയിലല്ലെങ്കിൽ ഉപദേശിക്ക് ശുശ്രൂഷിക്കാൻ എന്ത് അവകാശമാണ്? വേദപുസ്തകം വിലക്കുന്നല്ലത്. ഇതെല്ലാം അടിസ്ഥാനപരമായി കുഴഞ്ഞു കടന്നിട്ട് ഇപ്പൊ ഉണർവ് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ തിരുവെഴുത്തിന് വിപരീതമായി ഇനി ഉണർവുണ്ടാവും. നമുക്കൊരു മടങ്ങിവരവാണ് ആവശ്യം. ദൈവവചനത്തിലേക്ക് ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ ദാസന്മാർ മടങ്ങി വരട്ടെ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 7-8 വാക്യത്തിൽ നിജപുത്രനായ തീത്തോസ് ക്രയത്തയിൽ കർത്തൃവേല ചെയ്യുന്ന തീത്തോസിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, യു ബി ആൻ എക്സാമ്പിൾ ഫോർ എവറിഥിങ്. നീ ഉപദേശിക്കുന്നതിന് മുമ്പ് നീ ഒരു മാതൃകയായിരിക്കണം. അവിടുത്തെ വാക്ക് ടൂപ്പോസ് എന്നൊരു പ്രയോഗമാണ്. ഒരു ഡൈ അച്ഛ പെയിന്റിനകത്തിട്ട് ആ അച്ചെടുത്ത് പതിപ്പിച്ചാൽ അച്ഛൻ്റെ ആകൃതി പതിയുന്നത് പോലെ നിന്റെ വ്യക്തിപരമായ ജീവിതം ക്രേത്തയിലുള്ള സഭകളിൽ ഇംപാക്റ്റ് ആകണം. എത്ര ഭയങ്കര കാര്യമാണ് ഈ വേദപുസ്തകം ഒരു ശുശ്രൂഷകനെ കുറിച്ച് പറയുന്നത്. ഞാൻ സമയ ചുരുക്കത്താൽ വളരെ വേഗത്തിൽ പോകുകയാണ്. വ്യക്തിപരമായി ഈ അധ്യായത്തിൽ 18 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് അവിടെ ശുശ്രൂഷ ചെയ്ത ആളിൻ്റെ ജീവിതം നോക്ക്. എന്നിട്ടല്ലേ ഉപദേശം. നിങ്ങളെ തന്നെ സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ തിരിഞ്ഞ്, പൗലോസെ 3 വർഷം നീ എങ്ങനെയായിരുന്നു? അതിന് 18-ാം വാക്യം, അവർ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത്, ഞാൻ ആസ്യയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെ ഇരുന്നു എന്നും വളരെ താഴ്മയോടും കണ്ണീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നു എന്നും പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ പരസ്യവും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്ന ദൈവത്തിങ്കലേക്ക് മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം യഹൂദന്മാർക്കും യവന്മാർക്കും സാക്ഷീകരിച്ചു എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫ് ട്രാൻസ്പെറൻ്റാ. 3 വർഷം ഇടവിട 1 മിനിറ്റും മാറാതെ നിങ്ങൾ എൻ്റെ കൂടെ നടന്നിട്ട് വല്ലോം പറയാനുണ്ടോ? മിലത്തോസിൽ വന്ന മൂപ്പന്മാർ ഒരൊറ്റ അക്ഷരം മിണ്ടിയില്ല. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എങ്ങനെ ജീവിച്ചത്. ഇത് തന്നെയാണ് താനെ പലയിടങ്ങളിൽ ഈവൻ തിമോത്തിയോടും തെസ്സലോനിക്കക്കാർ 2 തിമോത്തിയോസ് 3:10-11 വാക്യം പൗലോസ് തിമോത്തിയോട് പറയാ, നിനക്ക് എൻ്റെ ജീവിതം അറിയാമല്ലോ, എൻ്റെ ഉദ്ദേശം, എൻ്റെ മെസ്സേജ്. തെസ്സലോനിക്കക്കാരോട് 1 തെസ്സലോനിക്ക 2:1, 2:5, 2:10-11 എല്ലായിടത്തും പോൾ ചലഞ്ച് ചെയ്യുന്ന ലുക്ക് അറ്റ് മൈ ലൈഫ്. എന്നിട്ടാണ് 28-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. അതിന് നമ്മളെടുത്തിരിക്കുന്നത് എന്നെ നോക്കണ്ട, കർത്താവിനെ നോക്കി. ഇത് അടവല്ലേ? അത് അടവല്ലേ? സുവിശേഷം എനിക്ക് പ്രയോജനമായില്ലെങ്കിൽ ഞാൻ എന്താണ് പ്രസംഗിക്കേണ്ടത്? ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുഗമിക്കുക എന്നല്ലേ വാസ്തവത്തിൽ നാം ചലഞ്ച് ചെയ്യേണ്ടത്? ഉത്തരവാദിത്വമാണ്. 28-ാം വാക്യം, നിങ്ങളെ തന്നെ സൂക്ഷിക്കുക, നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. 1 കൊരിന്ത്യർ 11:1 ഫിലിപ്പ് ലേഖനം 3:17 ഒക്കെ പോൾ ചലഞ്ച് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുഗമിക്കുക. അതാണ് ദൈവത്തിൻ്റെ ദാസൻ. അല്ലാതെ എന്നെ നോക്കണ്ട, കർത്താവിനെ നോക്കിയാൽ അതെല്ലാവർക്കും അറിയാമല്ലോ, കർത്താവിനെയാണ് നോക്കേണ്ടത്. ഹീ ഈസ് ദ പെർഫെക്റ്റ് വൺ. നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. ഇതൊരു 2-ാം ഭാഗമുണ്ട്, ശ്രദ്ധിക്കണം. അവിടെ എനിക്ക് നിയോഗമുണ്ട്. അതാണ് പ്രധാനമായിട്ട് എനിക്ക് 2 പാർട്ടായിട്ട് ചുരുക്കം സമയത്തിനുള്ളിൽ പറയേണ്ടത്. 29-ാം വാക്യം നോക്കിയേ, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ദുരുപദേശകരെ കുറിച്ച് പറയുക. അപ്പം ദുരുപദേശകരോടുള്ള ബന്ധത്തിൽ
നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം. പ്രധാനമായും പരിശുദ്ധാത്മാവിന് മലയാളം ഡിസ്ട്രിക്റ്റിനോട് പറയാനുള്ള, സുവിശേഷകരോട്, കർത്തൃദാസന്മാരോട് പറയാനുള്ള സന്ദേശത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ കാലഘട്ടത്തിൽ ഉപദേശ പിശക് വല്ലാതെ ആഞ്ഞടിക്കുന്നു. ഉപദേശിമാരെ, നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. ഇല്ലെങ്കിൽ എങ്ങനെയാണ് ജനത്തെ ദുരുപദേശത്തിൽ നിന്ന് സൂക്ഷിക്കുന്നത്? ഇവിടെ ഒന്ന് രണ്ട് കാര്യം ഞാൻ പറയാൻ താല്പര്യമുണ്ട്. ഒരു ഉപദേശിയാണ്, ഞാനൊരു പാസ്റ്ററാണ്, ബൈബിൾ കോളേജിൽ പഠിച്ചു, ഓർഡിനേഷൻ കിട്ടിയിട്ട് 10 വർഷം ആയതുകൊണ്ട് വീഴത്തില്ലെന്ന് ആരും ചിന്തിക്കരുത്. ഗ്യാരണ്ടി ഇല്ല. സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഓരോരുത്തരുടെയുമാണ്. അല്ലാതെ എഴുതി വെച്ചിട്ടില്ല, എന്നോ എന്ത് കാണിച്ചാലും കുഴപ്പമില്ല എന്നതല്ല. സൂക്ഷിച്ചാൽ, ദൈവകൃപയിൽ നിന്നാൽ, ദൈവത്തോട് പറ്റിയിരുന്നാൽ വീഴാതെ വണ്ണം അവിടുന്ന് സൂക്ഷിക്കാൻ അവിടുന്ന് വിശ്വസ്തനാണ്. സൂക്ഷിക്കുക. ഞാൻ ദൈവമക്കളോട്, കർത്തൃദാസന്മാരോട്, എൻ്റെ കൂട്ടു സഹോദരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഉപദേശപ്പിശക് പാസ്റ്റർമാരുടെ ഇടയിൽ വരുമോ? നിങ്ങളെന്നെ വിമർശിക്കത്തില്ലെങ്കിൽ ഞാനൊരു ചോദ്യം അങ്ങോട്ട് പിന്നെ അതിനോട് ചേർന്ന് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഒന്ന് സ്റ്റെറപ്പ് ചെയ്യാൻ ചോദിക്കുക. ഉപദേശിക്ക് ഉപദേശം അറിയാമോ? അസ്ഥാനത്താണെന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ പാസ്റ്റേഴ്സ് മറിഞ്ഞു പോകുകയാണ്. കാതലായ ഉപദേശങ്ങൾ പാസ്റ്റേഴ്സിന് പലർക്കും അറിയത്തില്ല. അറിയുന്നവരുണ്ട്. എല്ലാവരും എന്ന വാക്കല്ല ഉപയോഗിച്ചത്. അറിയാവുന്നവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എൻ്റെ മനസ്സിൽ വന്ന് ഞാൻ പെട്ടെന്നൊന്ന് കുറിച്ചിട്ടു. കാരണം ഈ കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് എന്നെ ഇത് പറയാൻ ഏൽപ്പിച്ചത് കൊണ്ടും. ഒന്ന്, സോളാ സ്ക്രിപ്ചറ, ദൈവത്തിൻ്റെ വചനം. 66 പുസ്തകം അടങ്ങിയ ഈ ദൈവത്തിൻ്റെ വചനം മാത്രമാണ് അതോറിറ്റേറ്റീവ് എന്ന് ഇവിടെ ഇരിക്കുന്നവർ വിശ്വസിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഇന്ന് പെന്തക്കോസ്തിൽ പോലും അതിനെ ചോദ്യം ചെയ്യുന്ന കാലഘട്ടമായി. നാം നമ്മെ തന്നെ സൂക്ഷിക്കണം. അത് തത്ത പറയുന്നത് പോലെ ഇത് ദൈവവചനമാണെന്ന് കേവലം പറയുകയല്ല, ഇത് ദൈവവചനമാണെന്ന് ആധികാരികമായി തെളിയിക്കാനുള്ള ദൈവകൃപ ഇതിനകത്തിരിക്കുന്ന പാസ്റ്റേഴ്സ് ഏറ്റെടുക്കാം. 2, ടോട്ടാ സ്ക്രിപ്ചറ. എന്താ അത്? The whole scripture is inspired by God. ഒന്ന് സോളാ സ്ക്രിപ്ചറ, അല്ലെങ്കിൽ സ്ക്രിപ്ചർ alone is authoritative. വേറെ ഒരു കൽപ്പനകളൊന്നുമല്ല, സ്ക്രിപ്ചർ മാത്രമാണ് അതോറിറ്റേറ്റീവ്. ടോട്ടാ സ്ക്രിപ്ചറ, the whole scripture is inspired by God. കാലഘട്ടം മാറുകയാണ്. പണ്ഡിതന്മാരെന്ന് പറയുന്നവർ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ആടിന്റെ വേഷത്തിലാണ് ഇറങ്ങിയിരിക്കുന്നത്. വീഡിയോകൾ കാണിക്കുന്നു. കമ്പ്യൂട്ടറിന്റെ മുൻപിൽ ഇരുന്ന് ഒരു ചെലവും ഇല്ല, ചുമ്മാ അടിച്ചു വിട്ടാൽ മതി. നമ്മളോർക്കാണ്ട് പുതിയ സംഭവമായതെന്ന്. ആളുകൾ എത്ര പേരാ ഇതിന്റെ പുറകെ പോകുന്നത്. എനിക്ക് അവിടെ നിൽപ്പാൻ നേരമില്ലല്ലോ. മുന്നോട്ട് ഞാൻ ചോദിക്കട്ടെ, ഏക സത്യ ദൈവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കൺവിക്ഷൻ എന്താണ്? ദൈവം ഒരുവനാണ്, പക്ഷേ ഏകത്വത്തിൽ ബഹുത്വമുണ്ട് എന്നല്ലേ ദൈവത്തെക്കുറിച്ച് വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. ത്രിയേക ദൈവം എന്ന ദൈവിക വെളിപ്പാട് ഉൾക്കൊണ്ടിട്ടുണ്ടോ? തത്ത പറയുന്ന പോലെ പറയുന്നതല്ല. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വെളിപ്പാട് ഉൾക്കൊണ്ട് ദൈവസഭയിൽ ഇത് പഠിപ്പിക്കാൻ തക്കവണ്ണം ദൈവകൃപ പ്രാപിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരു മടങ്ങി വരവ് ആവശ്യമാണ്. ഉപദേശി, നീ നിന്നെ തന്നെ സൂക്ഷിക്ക. മുന്നോട്ട് പോവുകയാണ്. യേശു ക്രിസ്തു, ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്. ആരാധിക്കാൻ പറഞ്ഞാൽ നമ്മുടെ ജനം ആരാധനയാണെന്ന് പറഞ്ഞ് കൈയിട്ടടിക്കും. കൈയിട്ടടിക്കുന്ന മാത്രമാണോ ആരാധനയെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് മനസ്സിലായത് അങ്ങനെ അല്ലെന്നാ. അതും ആരാധനയാ. ലൈഫാണ് ഏറ്റവും വലിയ ആരാധന. എന്ത് പറഞ്ഞാലും സഹോദരിമാർ കൂട്ടം കൈയടിച്ചു കളയും. അത് ആ നിലയിൽ പറയാൻ എനിക്കറിയാം.
ഞാൻ പലരോടും ചോദിക്കും, ഹൂ ഇസ് ക്രൈസ്റ്റ്? They don't know. യേശുവിൻ്റെ ദൈവത്വം, യേശുവിൻ്റെ മനുഷ്യത്വം, ആ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ, വൺ പേഴ്സൺ ടു നേച്ചേഴ്സ്, ഇതൊക്കെ തിയോളജിയാ. തിയോളജിയാണ് വേദപുസ്തകം മുഴുവൻ. പിന്നെ ആരെയായി ആരാധിച്ചത്? നമ്മൾ അങ്ങനെ കൂടുതൽ കാര്യമൊന്നും ചെയ്യരുത്, നമ്മളങ്ങനെ ആരാധിച്ച് വിടുതൽ ഏറ്റെടുത്താൽ മതി. അതെന്തോന്ന് വിടുതലാണ്? നമ്മൾ പോകുന്നത് അടിസ്ഥാനമില്ലാതെയാണ്. വളരെ ചുരുക്കം ആളുകൾക്ക് ഇത് വേണ്ട നിലയിൽ വേദശാസ്ത്രപരമായി അവർ വിശ്വസിക്കുന്നുള്ളൂ. ഇത് അവരുടെ ജനത്തോടും പറയുന്നുള്ളൂ. ഉപദേശി, നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. ബൈബിൾ കോളേജസിൽ ഒരു പരിധിക്കപ്പുറം നമ്മളെ സഹായിക്കാൻ കഴിയത്തില്ല. നാം റിസർച്ച് ചെയ്യേണ്ട കാര്യമാണ്. ദൈവവചനം പഠിക്കാൻ ഏൽപ്പിക്കപ്പെടണം. അത് പ്രാർത്ഥനയോടെ ഏൽപ്പിക്കപ്പെടണം. മണിക്കൂറുകൾ ഇരുന്ന് ദൈവത്തിന്റെ വചനത്തെ ആരാഞ്ഞറിഞ്ഞില്ലെങ്കിൽ പെട്ടുപോകും. അന്ത്യകാലത്തിന്റെ ഒരു ലക്ഷണം എന്തെന്നറിയാമോ? വിശ്വാസത്യാഗം സംഭവിക്കുമെന്ന്. എല്ലാവരും പറയുന്നു ഇപ്പം അന്ത്യകാലത്ത് ഉണർവ് വരുവാന്ന്. എനിക്ക് ഒരു പരാതിയുമില്ല, വരട്ടെ. വേദപുസ്തകം പറയുന്ന വിശ്വാസത്യാഗം സംഭവിക്കുമെന്നാ. ഞാൻ ഒരു കാര്യം കൂടെ എടുത്തു പറയാം. നമ്മുടെ ചർച്ചകളിൽ ഇരിക്കുന്ന പലർക്കും ഈ വിശ്വാസത്യാഗം സംഭവിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. They don't know what they believe. എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ കൈയടിച്ച് ഉണർവ് വന്നെന്ന്. What are you talking? നമുക്കൊരു റിയലി ഒരു മാനസാന്തരം ആവശ്യമാണ്. ഞാൻ പലപ്പോഴും പല സദസ്സുകളിൽ ഇരുന്നിട്ടുണ്ട്. സെൻറ്ററിൻ്റേത് അല്ലാത്തൊക്കെ ഇരുന്നിട്ടുണ്ട്. വരുന്ന ആളുകൾ പറയുന്നത് ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് സ്ക്രിപ്ചർ. നല്ല ഒരു സ്ക്രിപ്ചറൽ എക്സ്പോസിഷൻ. എത്ര ആളുകളാണ് പറയുന്നത്? അവരുടെ വിശ്വാസം എന്തിൻ്റെ മേലാണ് ബിൽഡ് ചെയ്യുന്നത്? വിശ്വാസം വരുന്നത് വചനത്തിൻ്റെ കേൾവിയാലാണ്. ക്രിസ്റ്റോളജിക്കൽ കൺവിക്ഷൻ എന്താണ്? ഹൂ ഈസ് ജീസസ്? ജീസസിനെ കുറിച്ചൊരു ഡോക്ടർ വെയിൻ ഗ്രൂഡം പറഞ്ഞ ഒരു ചെറിയ ഡെഫിനിഷൻ മാത്രം. ജീസസ് ക്രൈസ്റ്റ് വാസ് ഫുള്ളി ഗോഡ് ആൻഡ് ഫുള്ളി മാൻ ഇൻ വൺ പേഴ്സൺ ആൻഡ് വിൽ ബി സോ ഫോറെവർ. ഒരു സദസ്സിൽ ഞാൻ ചോദിച്ചു, നല്ല പെന്തിക്കോസ്ത് സദസ്സിലാണ്, യേശുക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുന്നു, യേശുക്രിസ്തു മനുഷ്യനാണെന്ന് വിശ്വസിക്കുന്നു, ഒരു പേഴ്സണിൽ തന്നെ 100% ദൈവം 100% മനുഷ്യൻ വിശ്വസിക്കുന്നു? അതെ. ഞാൻ പറഞ്ഞു, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ടോ? അത് ദൈവം മാത്രം. ഞാൻ പറഞ്ഞു, തെറ്റി. അങ്ങനല്ല വേദോത്സവം പറയുന്നത്. Where are we going? ശരിക്കും നമുക്കൊരു മടങ്ങിവരവ് ആവശ്യമാണ്. പോൾ പറയുകയാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. വ്യക്തിപരമായ ജീവിതം സൂക്ഷിച്ചില്ലെങ്കിൽ, ഉപദേശത്തിൽ അല്ല നമ്മൾ നിൽക്കുന്നതെങ്കിൽ, ഈ കയ്യടികളും കൊണ്ടൊക്കെ ഇമോഷണൽ വൈകാരികമായ ആളുകളെ ഇളക്കാം. ഇറ്റ് ഈസ് ജസ്റ്റ് സോളിഷ് പവർ. അത് ആ സെഷൻ കഴിയുമ്പോൾ കഴിഞ്ഞു. സ്ഥിരമായൊരു മാറ്റം പരിശുദ്ധാത്മാവിൻ്റെ മൂവ്മെൻറ്റിൽ മാത്രമേ നടക്കുകയുള്ളൂ. 28-ാം വചനം, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്ക്കുവാൻ, ദൈവത്തിൻ്റെ സഭയെ മേയ്ക്കുവാൻ. രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റി, ദ ഷെപ്പേർഡിങ് ഓഫ് ദ ഫ്ലോക്ക്. തീറ്റി കൊടുക്കണം, മേയ്ക്കണം. അതെന്താണ്? സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പോകാം. മായമില്ലാത്ത പാലുണ്ട്, കട്ടിയായ ആഹാരം ഉണ്ടെന്ന എബ്രായ ലേഖനം 5:11 മുതൽ 14 വരെയുള്ള വാക്യം പറയുന്നത്. അതെന്താണ്? അത് ദൈവത്തിൻ്റെ വചനമാണ്. സാക്ഷ്യം പറഞ്ഞാൽ തീറ്റിയാകത്തില്ല, പാട്ട് പാടിയ തീറ്റിയാകത്തില്ല. ഗോഡ്സ് വേർഡ്. അത് മണിക്കൂറുകളും ദിവസങ്ങളും ഇരുന്ന് ധ്യാനിച്ചതിൻ്റെ വെളിപ്പാട് ഉൾക്കൊണ്ട് പ്രിപ്പയർ ചെയ്ത്, ഇത് ഞായറാഴ്ച കൊണ്ട് വിളമ്പിയാൽ അതിനകത്ത് രോഗസൗഖ്യമുണ്ട്, അതിനകത്ത് വിടുതലുണ്ട്, അതിനകത്ത് പ്രവചനദൂതുണ്ട്, അതിനകത്ത് എവറിത്തിങ് ഇസ് ദേർ. തീറ്റി കൊടുത്തില്ല എങ്കിൽ they will die. എന്താ നടക്കുന്നത്? നമുക്ക് തന്നെ അറിയാമല്ലോ. ഭയങ്കര ഉണർവായിരുന്നു, അതുകൊണ്ട് ഇന്ന് പ്രസംഗിക്കാൻ പോലും സമയമില്ലായിരുന്നെന്ന്. വാട്ട് ആർ യു ടോക്കിംഗ്?
പെന്തക്കോസ്ത് ദിവസം സാക്ഷാൽ തീ വീണന്ന് ദൈവവചന ശുശ്രൂഷ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനേക്കാൾ വലിയ തീ വീണോ? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മിനിസ്ട്രിയിൽ പ്രീച്ചിങ്ങും ടീച്ചിങ്ങും ഹീലിങ്ങും 2/3 ദൈവവചന ശുശ്രൂഷ, അതിനെക്കാട്ടി വലിയ അഭിഷേകമാണെങ്കിൽ വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഐ പ്രീച്ച് ദ വേർഡ്. 16 വർഷമായി ഞാനൊരു ദൈവസഭയിൽ ശുശ്രൂഷിക്കുക. എവ്രി സൺഡേ ഐ പ്രീച്ച് ഗോഡ്സ് വേർഡ്. ആളുകളുടെ ഇഷ്ടം പോലെയല്ല, പരിശുദ്ധാത്മ നിയോഗിതനായി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പ്രിപ്പയർ ചെയ്ത് ഐ സ്റ്റാൻഡ് ബിഫോർ ദ കോൺഗ്രിഗേഷൻ ആൻഡ് പ്രീച്ച് ഗോഡ്സ് കൗൺസിൽ. 16 അല്ല 25 ഇരുന്നാലും കർത്താവിൻ്റെ കൂടെ നടക്കുകയാണെങ്കിൽ, ദൈവവചനം സ്ഥിരമായി ധ്യാനിക്കുകയാണെങ്കിൽ മെസ്സേജിന് ഒരു പഞ്ഞവുമില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്ററുടെ ഒരു സാക്ഷ്യം കേട്ടു. 40 വർഷമായി അദ്ദേഹം ഒരു സഭയിൽ ശുശ്രൂഷിക്കുക. 20 വർഷത്തോളം 4 സുവിശേഷങ്ങൾ അദ്ദേഹം പ്രീച്ച് ചെയ്തു. ദാറ്റ് ഈസ് ദ കാലിബർ ഓഫ് മെൻ ഹും ഗാഡ് ഈസ് യൂസിങ്. അല്ലാതെ നമ്മൾ ഏതാണ്ട് ഒരു ഭാഗം എങ്ങാണ്ടെന്ന് വായിച്ചു പിന്നെ നമുക്കെല്ലാം കൂടെ ചാടി മറിയാം. വാട്ട് ഈസ് ദാറ്റ്? അത് നല്ല സൂപ്പർ ഉഴപ്പൻ്റെ ലക്ഷണമാണ്. ഞാൻ ദൈവവചനമാണ് നിങ്ങളോട് പറയുന്നത്. മേയ്ക്കുക എന്ന് പറഞ്ഞാൽ ഷെപ്പർഡിങ് മീൻ തീറ്റി കൊടുക്കുക. തീറ്റി ദൈവത്തിൻ്റെ വചനമാണ്. പുറത്തെ മനുഷ്യൻ്റെ തീറ്റയുടെ കാര്യം നമുക്കറിയാം, നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ചു. അകത്തെ മനുഷ്യൻ്റെ ആരോഗ്യമാണ് വിഷയം. അതെന്താണ്? അതെങ്ങനെയായി വരണം? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഗ്രേറ്റ് കമ്മീഷൻ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യത്തിൽ കർത്താവ് പറയുന്നൊരു വാക്ക്, വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനും സ്നാനപ്പെടണം. നമ്മൾ സ്നാനത്തിനൊക്കെ വായിക്കും, തെറ്റൊന്നുമില്ല. അടുത്തെന്താ പറയുന്നത്? അതിനകത്ത് പ്രധാന ക്രിയാപദം എന്താ? മേക്ക് ഡിസൈപ്പിൾസ്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് അവരെ എൻ്റെ ശിഷ്യരാക്കണം. ഞാൻ നിങ്ങളെ നോക്കി ചോദിക്കുന്നു, നമ്മുടെ മലയാളം ഡിസ്ട്രിക്ട് കൗൺസിലിൽ എത്ര ചർച്ചസ് ഉണ്ട് ക്രമീകൃതമായി ഡിസൈപ്പിൾ ചെയ്യുന്നവർ? വാസ്തവത്തിൽ ദൈവസഭയുടെ ഗോൾ എന്താ? ഇറ്റ് ഈസ് ടു മേക്ക് ഡിസൈപ്പിൾ. മർക്കോസ് 16:15-16 ഇവാഞ്ചലിസ്റ്റിക് ത്രസ്റ്റ് ആണ്. നിങ്ങൾ എല്ലാ സൃഷ്ടിയോടും സുവിശേഷം പറയണം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. ഇവാഞ്ചലിസമാ. ഇവാഞ്ചലിസത്തിലൂടെ തന്നെ ആള് വരുന്നത് എന്തിനാ? ഇവരെ ദൈവവചനം പഠിപ്പിച്ച് യേശുവിനെ പോലെയാക്കുക, യേശുവിൻ്റെ അനുയായിയാക്കുക. ഈ ഷെപ്പേർഡിങ് നടക്കുന്നില്ലെങ്കിൽ ഗ്രേറ്റ് കമ്മീഷനോട് അനീതിയല്ലേ കാണിക്കുന്നത്? നമുക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ മിഷൻസും മിനിസ്ട്രിയൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല. ഞാൻ നോർത്തിൽ പലയിടത്ത് സഞ്ചരിച്ചിട്ടുണ്ട്. ചിലയിടങ്ങളിലൊക്കെ നന്നായിട്ട് ദൈവവചനം പറയും. അവരുടെ ഒരു ആപ്തവാക്യമേ ഉള്ളൂ, പ്രഭു യേശു ചങ്കാക്കരയുക, യേശു സൗഖ്യമാക്കും. 10 വർഷം കഴിഞ്ഞാലും പ്രഭു യേശു ചങ്കാക്കരയുക. ഇതേ ഉള്ളോ യേശുവിന്? അതാണോ ദൈവത്തിൻ്റെ പർപ്പസ്? ദൈവത്തിൻ്റെ പർപ്പസ് രക്ഷിക്കപ്പെട്ട ഓരോ ആളും യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുദിനം അനുരൂപമാകണം. പ്രവചനവും ദൈവവചന ശുശ്രൂഷയും എല്ലാ മിനിസ്ട്രിയും അതിലേക്കാണ്. അതിലെ പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് ദൈവവചന ശുശ്രൂഷ. അത് അതിൻ്റെ നിലയിൽ നടക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇവരുടെ ആത്മാവിന് വേണ്ടി കണക്ക് കൊടുക്കുമെന്നുള്ളത് 3 തരമാണ് പുസ്തകം പറയുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ കാണുന്നത്, സഞ്ചരിക്കുന്ന ചർച്ചകളിലെ കാര്യം നേരിട്ട് മനസ്സിലാക്കുന്നത്, ഞാൻ ഓരോ യോഗത്തിന് നിന്നിരിക്കുമ്പോൾ ഞാൻ വാസ്തവത്തിൽ സങ്കടപ്പെടാൻ, അയ്യോ ഇവർക്കിത് മനസ്സിലാകുന്നില്ലേ? Nothing from the world, no exposition, and people are happy and having a jolly time. We are not called to be entertainers. ബാഫൂണുകളല്ല നമ്മൾ. We are called to preach and teach God's inspired word. അതിനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അല്ലാതെ ഞായറാഴ്ച എഴുന്നേറ്റ് ഉപദേശിമാര് അവരെ തമാശയിലിട്ട് എല്ലാവരെയും കയ്യിലെടുക്കുകയല്ല. അത് ഉഴപ്പൻ്റെ പണിയാണ്, അത് ഹയർലിംഗ് ആണ്. അവൻ ദൈവത്താൽ നിയോഗിതനല്ല. ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് ക്രിസ്തുവിൽ അവരെ യഥാസ്ഥാനപ്പെടുത്തി ക്രിസ്തുവിൽ അവരെ വളർത്തുന്നതാണ്. 1 പത്രോസ് 2:1-2 വാക്യമാണ് ഞാൻ പറഞ്ഞത്. ഗിവിംഗ് മിൽക്ക്. എബ്രായ ലേഖനം 5:11 മുതൽ 14 വരെ സോളിഡ് ഫുഡ്. മത്തായി 28:19-20 ഞാൻ പറഞ്ഞു. എബ്രായ ലേഖനം 13:17 ഒരു ദിവസം ഗ്രേറ്റ് ഷെപ്പേർഡിൻ്റെ മുൻപാകെ
നമ്മൾ കണക്ക് കൊടുക്കണം. ഇനി ഇതിനോടുള്ള ബന്ധത്തിൽ പൗലോസിൻ്റെ ശുശ്രൂഷ ഇതിവിടെ തന്നെ ഒന്ന് വായിച്ചാൽ മതി. പ്രയോജനമുള്ളതൊന്നും ഞാൻ മറച്ചു വെച്ചില്ല കേട്ടോ. 3 വർഷം കൊണ്ട്, എന്നിട്ട് മലയാളത്തിലില്ലാത്തൊരു വാക്ക് ഇംഗ്ലീഷിലുണ്ട്, നിങ്ങളുടെ രക്തം സംബന്ധിച്ച് ഞാൻ ഇനിയും കുറ്റക്കാരനല്ലെന്ന്. 3 വർഷം കൊണ്ട് പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ മുഴുവൻ ദൈവാലോചനയും എഫെസോസുകാർക്ക് കൈമാറിയിട്ട് പറയുക, നിങ്ങളിലൊരുത്തം പിന്മാറിയാൽ ഐ ആം നോട്ട് അറ്റ് ഫോൾട്ട്. നമ്മളിൽ എത്ര ഉപദേശിമാർക്ക് ഇത് പറയാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഉണർവ് ഇപ്പോഴാണ് സംഭവിക്കേണ്ടത്. മാനസാന്തരപ്പെടുമ്പോഴാണ് ഉണർവ് വരുന്നത്. പരിശുദ്ധാത്മാവിനാൽ നിയോഗിതരായിട്ടുള്ളവരല്ലെങ്കിൽ ഞാൻ പറയാം, ആ ലോക്കൽ എടുത്ത് നിന്ന് റിസൈൻ ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ പോയി കാത്തിരുന്നാൽ മതി. ദൈവം നിങ്ങളെ നിയോഗിക്കും. ദൈവം വിശ്വസ്തനാണ്. നിയോഗിച്ചവരാണെങ്കിൽ റിട്ടേൺ ടു ദ വേർഡ്. ഇതിന് കുറുക്കു വഴികളില്ല. ദൈവത്തിൻ്റെ വചനമാണ് സീക്രട്ട്. പ്രാർത്ഥന ഒരു വശത്ത്, മറ്റേ വശത്ത് ദൈവത്തിൻ്റെ വചന. അപ്പോസ്തലർ 6:4 അപ്പോസ്തലന്മാരുടെ തീരുമാനം നമുക്കറിയാമല്ലോ. ഞങ്ങൾ ദൈവവചനത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കും. ഒറ്റ പോയിന്റോട് പറഞ്ഞ് ഞാൻ നിർത്താം. ആ 29-ാം വാക്യം, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം. നിങ്ങൾ ജനത്തെ ഫീഡ് ചെയ്യണം. വചനം അവർക്ക് കൊടുത്ത് പോഷിപ്പിക്കണം. ജനത്തെയും നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. നിങ്ങളെ തന്നെ സൂക്ഷിക്കുന്ന പോലെ ജനത്തെ സൂക്ഷിക്കണം. എന്തിൽ നിന്ന്? ഞാൻ പോയ ശേഷം കൊടിയ ചെന്നായ്ക്കൾ വരും. 30-ാം വാക്യം, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. പുറത്തു നിന്നും വരും, അകത്തു നിന്നും വരും. യു ഹാവ് ടു പ്രൊട്ടക്റ്റ് ദ ഫ്ലോക്ക്. ഞാൻ പറഞ്ഞ 3 പ്രധാനപ്പെട്ട കാര്യം ഒന്നുകൂടെ പറയാം. 1, നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. 2, മേയ്ക്കുക. അകത്തെ മനുഷ്യൻ ആരോഗ്യം വരുന്ന വചനം കൊടുക്കുക. 3-ാമത്തെ കാര്യം, അത് ഉത്തരവാദിത്വമാണ്, ജനത്തെ സംരക്ഷിക്കുക ദുരുപദേശകരിൽ നിന്ന്. അവിടുത്തെ പ്രയോഗങ്ങൾ വളരെ കട്ടിയായ പ്രയോഗങ്ങളാണ്. എനിക്കറിയാമെന്ന പൗലോസ് പറയുന്നത്. ഞാൻ പോയ ശേഷം, എന്നെ പോയ ശേഷം, അപ്പോൾ 3 വർഷം ഇവർക്ക് അടുക്കാനൊക്കത്തില്ലായിരുന്നു. അതാ സാക്ഷ്യം. ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ ഒരെണ്ണത്തിൻ്റെ വിളച്ചിൽ നടക്കത്തില്ല. അതായിരിക്കട്ടെ ഇതിനകത്തിരിക്കുന്ന ആത്മാവ് നിയോഗിച്ച സുവിശേഷകർ ആ ഒരു ഉറപ്പ്, ആ ഒരു തീരുമാനത്തിലേക്ക് ഇന്ന് നയിക്കപ്പെടട്ടെ. എനിക്ക് ദൈവം അലോട്ട് ചെയ്ത ലോക്കൽ ചർച്ചിൽ ഞാൻ ശുശ്രൂഷിക്കുന്ന കാലഘട്ടത്തിൽ ഒരെണ്ണത്തിൻ്റെ ദുരുപദേശം കൊണ്ട് ഇവിടെ ചെലവാക്കാൻ ഒക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. കൊടിയ ചെന്നായ്ക്കൾ, അങ്ങനെ ഒരു പ്രയോഗമാണ്. കൊടിയ ചെന്നായ്ക്കൾ. കൊടി എന്ന് പറഞ്ഞാൽ വയലൻ്റ് ആയിട്ടുള്ള, ഫിയേഴ്സ് ആയിട്ടുള്ള, ഒരു നിലയിലും കോംപ്രമൈസ് ഇല്ലാതെ വലിച്ച് കീറുന്ന ആളുകൾ. കണ്ടാൽ പറയത്തില്ല, കാരണം ആടിൻ്റെ വേഷമാണ്. ദുരുപദേശകരുടെ ലക്ഷണമാണ്. സാവേജ് വുൾഫ്സ്. അവർ വെളിയിൽ നിന്ന് വരും. അവർ അകത്തുള്ളവരെ ചിലരെ കയ്യിലെടുത്ത് അകത്തു നിന്നും ഈ പോരാട്ടം ഉണ്ടാകും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ജസ്റ്റ് ഒന്ന് ചിന്തിച്ചപ്പോൾ, ബൈബിള് മുഴുവനും, പഴയ നിയമം പുതിയ നിയമം എല്ലാം നിങ്ങൾ പരിശോധിക്കുക, ഈ ഒരു വാണിംഗ് നിങ്ങൾ കാണും. മത്തായി 7:15 മുതലുള്ള വാക്യങ്ങൾ കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞു. മത്തായി 24 കർത്താവ് പറഞ്ഞ അന്ത്യകാലമായപ്പോൾ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ വരവിന് തൊട്ടു മുൻപ് അനേകർ തെറ്റിപ്പോകും ആവർത്തിച്ച് കള്ളപ്രവാചകനും കള്ള ഉപദേഷ്ടാവും എല്ലാമായിട്ട് രംഗപ്രവേശനം ചെയ്യും. ആവർത്തിച്ച് ലേഖനങ്ങൾ മുഴുവൻ നോക്ക്. ഗലാത്യരോട് പോൾ പറയുക, ക്ഷുദ്രം ചെയ്ത് നിങ്ങളെ മയക്കിയത് ആരാണ്? നിങ്ങൾക്കറിയാമോ, എഫെസോസിൽ ഈ ആലോചന പറഞ്ഞേച്ചു പോയി. തിമോത്തിക്ക് ലേഖനം എഴുതുമ്പോൾ പോൾ പറയുക, ചിലരെയൊക്കെ ഐഡന്റിഫൈ ചെയ്തു, ഹുമേനിയോസും അലക്സാണ്ടറും എന്ന് പറഞ്ഞ ഇതിനോടകം കയറി. ഇതിനകത്ത് യോഹന്നാൻ എഫെസോസിൽ കർത്തൃവേല ചെയ്തപ്പോൾ 1 യോഹന്നാൻ 2:1 എതിർ ക്രിസ്തുക്കൾ രംഗത്ത് വന്നു. ബൈബിളിൽ ഇത്ര ഗൗരവമായി പറയാനുണ്ട്. എന്ത്? കള്ളന്മാര് രംഗത്തുണ്ട്. പുറത്തു നിന്ന് വരും, അകത്തുനിന്ന് വരും. പക്ഷെ ഉപദേശിമാരെ ഉപദേശം പഠിപ്പിക്കാൻ ആളുണ്ടോ? നമുക്കതല്ല വിഷയം. ഉണർവ്. എന്താണ് ഈ ഉണർവ്?
ഈ സാധാരണ മുന്നിലിരിക്കുന്ന ജനത്തിന് they don't know. പാരമ്പര്യമായിട്ട് കുറെ കാര്യങ്ങൾ അവർക്കറിയാം. സെക്ഷൻ മീറ്റിങ്ങുകൾ ഞാൻ ഇരുന്നിട്ടുണ്ട്. വേർത്താണ് ഓരോരുത്തരും സംസാരിക്കുന്നത്, അങ്ങ് തകർത്ത്. എന്താണ് അയാൾ സംസാരിച്ചതെന്ന് അദ്ദേഹത്തിനും അറിയത്തില്ല. ഐ കാൺട്ട് സേ, പറയാനൊക്കത്തില്ല. നമ്മളിത് ആരോട് പറയുന്നു? ശരിക്കും ദൈവവചനം ഒരു ഭാഗമെടുത്ത് എക്സ്പോസ് ചെയ്ത വളരെ ചുരുക്കം ആളുകൾ, കൃപ ലഭിച്ച ദൈവമക്കൾ ഇതിനകത്തുണ്ട്, ദൈവദാസന്മാർ ഇതിനകത്തുണ്ട്. അവർ രംഗത്തേക്ക് വരട്ടെ. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം ഈ അന്ത്യകാലഘട്ടത്തിൽ അവരുടെ ഏജന്റന്മാരായ ദുരുപദേശകരെ തൊടുത്തുവിട്ട് സാധാ വിശ്വാസികളുടെ കർത്തൃദാസന്മാരുടെ മനസ്സിനെ പൊളിയൂട്ട് ചെയ്ത് സഭകളുടെ അകത്ത് ഡിവിഷനിട്ട് ഇത് കലക്കുന്ന ഒരു പ്രവണതയാണ് വരുന്നത്. സടകുളഞ്ഞ് നമ്മൾ എഴുന്നേൽക്കണം. അതിനെതിരെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഉപവസിക്കേണ്ടത്. അതിനെതിരെ എന്ത് ചെയ്യണം? ദൈവവചനം പഠിക്കണം. 30-40 വർഷത്തിന് മുമ്പ് ഈ ആധുനിക സൗകര്യമൊന്നും ഇല്ലായിരുന്നു. അന്നത്തെ അപ്പച്ചന്മാർക്ക് ദൈവകൃപയുണ്ടായിരുന്നു. അവർ ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചത് കൊണ്ട് ഇന്നും നമ്മൾ നിൽക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യൗവന തലമുറ എവിടെയാണ്? വിവാഹമോചനമല്ലേ ഇപ്പോൾ പലതും നടക്കുന്നത്? അവിശ്വാസിയെ കല്യാണം കഴിക്കുന്നത്. എന്താ കാര്യം? അവൻ ഭയങ്കര ആരാധനക്കാരനാണ്, അവൻ വീശി വീശി ആരാധിക്കുമായിരുന്നു, വീശി അങ്ങ് പോയി. എന്താ കാര്യം? Return to the word. Return to the word. ലാഘവത്തോടെ ഇനി ഇരിക്കരുത്. എനിക്ക് വലിയൊരു ആഗ്രഹമാണ്. ഞാൻ ഒരിക്കൽ ഇവിടെ ആരോടോ ഞാനൊന്ന് പറഞ്ഞു, നമുക്ക് വാസ്തവത്തിൽ MDC ആയ ഒരു അപ്പോളജറ്റിക്സ് കൈകാര്യം ചെയ്യാൻ ഇവിടെ നല്ല വിദ്യാഭ്യാസവും മൂലഭാഷയ്ക്ക് അറിയാവുന്ന കർത്തൃഭൃത്യന്മാരുണ്ട്. അങ്ങനെ ഒരു സംഘം നമുക്കുണ്ടാകണം. ഫീൽഡിലായിരിക്കുന്ന നമുക്ക് ഒരു ചോദ്യം വന്നു, നമുക്ക് കൈകാര്യം ചെയ്യാൻ ഒക്കത്തില്ല. ഒന്ന് ഫോൺ സന്ദേശത്തിലൂടെ, ഇമെയിലിലൂടെ ഇതിൻ്റെ അർത്ഥമെന്താ, എങ്ങനെയാണ് ഞങ്ങൾ മറുപടി പറയേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി ഒരു അപ്പോളജറ്റിക്സ് കൈകാര്യം ചെയ്യുന്ന ഒരു വിങ് തന്നെ നമുക്കുണ്ടാകണം. അതൊന്ന് ഏറ്റെടുക്കുന്നെങ്കിൽ, അത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കരമൊന്ന് അടിച്ചൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്. എനിക്ക് ഗ്രീക്ക് അറിയത്തില്ല, എനിക്ക് വലിയ വിദ്യാഭ്യാസമില്ലാത്ത ആളാണ്, എനിക്ക് ഹീബ്രു അറിയത്തില്ല. എൻ്റെ ജോലി എന്ന് പറയുന്നത് മണിക്കൂറുകളായി സ്പെൻഡ് ബിഫോർ ദ വേർഡ് ഓഫ് ഗോഡ്. പക്ഷേ എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു കാര്യം. ഞാൻ ആരോടാണ് ഇത് ചോദിക്കേണ്ടത്? ആരെയാണ് ഞാൻ വിളിക്കേണ്ടത്? We need a department, apologetics department. കാരണം പിശാചിന്റെ പ്രധാനപ്പെട്ട തന്ത്രമാണിത്. യഹോവ സാക്ഷികൾ രംഗത്തായി, ക്രിസ്റ്റാഡൽഫിയൻസ് രംഗത്തായി, വണ്ണസ് പെന്തക്കോസ്റ്റ് എന്ന് പറയുന്നത് യേശു നാമക്കാരൻ അവൻ രംഗത്തായി, ഇങ്ങനെ ഒരുപാട് മോർമോൺസ് രംഗത്തായി. എന്തെല്ലാം ഉപദേശങ്ങളാണ്! എങ്ങനെയാ മറുപടി പറയുന്നത്? അന്നേരം ചൂടായതുകൊണ്ട് ഒക്കത്തില്ല. ഞാൻ പ്രാർത്ഥിച്ചു കളയും കേട്ടോ എന്നൊന്നും പറഞ്ഞാൽ അവൻ പോകത്തില്ല. അവൻ പറയുന്ന വാക്യത്തിന് മറുപടി കൊടുക്കണം. അല്ലെ, ഉപദേശിക്കറിയത്തില്ലെങ്കിൽ കൂടെ നിൽക്കുന്ന വിശ്വാസി അവൻ പാട്ടിന് അവരുടെ കൂടെ പോകും. We need to study the word. പോൾ പോകുന്നതിന് മുമ്പ് പറയാണ്, കൊടിയ ചെന്നായ്ക്കൾ വരുന്നു എന്ന് ഞാൻ അറിയുന്നു. വെളിപ്പാട് പറയുകയാണ്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? 31 വാക്യം, അതുകൊണ്ട് ഉണർന്നിരിക്കുവീൻ, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തരെ ബുദ്ധി പറഞ്ഞത് ഓർത്തുകൊള്ളുവീൻ. My time is over. I'm sorry for rushing. I had to rush. കർത്താവിൻ്റെ ഉള്ളത്തിൽ തന്ന നിയോഗം പ്രധാനമായി ഒന്ന്, ഫൈറ്റ് അഗൻസ്റ്റ് ഹെററ്റിക് പീപ്പിൾ. യൂദയുടെ ലേഖനം നമുക്കറിയാം, 3 വാക്യം. അത് വായിച്ചിട്ട് മനസ്സുണ്ടെങ്കിൽ ഒന്ന് സ്തോത്രമൊക്കെ ചെയ്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ ഒരു തീരുമാനമൊക്കെ എടുത്ത് സന്തോഷത്തോടെ പോകുവാൻ കർത്താവ് സഹായിക്കട്ടെ. പ്രിയരേ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്ന് എനിക്ക് തോന്നി. എനിക്ക് ഫൈനൽ കൺക്ലൂഷൻ അതാ, we have to fight. ഇത് ആത്മീക യുദ്ധമാണ്. ആത്മീക യുദ്ധം. നമ്മൾ ആത്മീക യുദ്ധം എന്ന് പറയുന്നത് എവിടെയോ അന്യ ആരാധന കേന്ദ്രങ്ങളിൽ ഏതാണ്ട് ചെയ്യാൻ പോകുന്നതൊക്കെ അതൊക്കെ കാണും, എനിക്കറിയില്ല.
എന്നെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ആത്മീക പോരാട്ടമുണ്ട്. അത് ഉപദേശത്തെ ലഘൂകരിക്കാൻ, ദുരുപദേശങ്ങൾ പറയുക, പ്രചരിപ്പിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ കുടുങ്ങാതെ വണ്ണം ഒന്ന് നാം നമ്മെ തന്നെ സൂക്ഷിക്കണം. രണ്ട്, പരിശുദ്ധാത്മാവ് നിയോഗിച്ച നമ്മെ കാത്ത് ഒരു ഫ്ലോക്കുണ്ട്, ഒരു ആട്ടിൻകൂട്ടമുണ്ട്. അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടേതാണ്. അത് ഏറ്റെടുക്കാതെ പോകരുത്. കണ്ണുകളെ ദൈവസന്നിധിയിലടയ്ക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിലടച്ചാട്ടെ. കഴിയുമെങ്കിൽ അതാത് സ്ഥാനത്തൊന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഞാനൊരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇതിനകത്ത് ദുരുപദേശകരുടെ വല്ലാത്ത ആ പ്രവണത അനുഭവിക്കുന്ന എത്ര പേരുണ്ട് എന്ന് എനിക്കറിയത്തില്ല. പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ച ദൂതായതുകൊണ്ട് ഞാനിത് വളരെ ശക്തിയോടെ പറയാൻ ശ്രമിച്ചു. സമയം കുറവായതുകൊണ്ട് വളരെ വേഗത്തിലാണ് വേണ്ടവണ്ണം അതിൻ്റെ ഒരു എക്സ്പോസിഷൻ നടത്തുവാൻ എൻ്റെ മുൻപിൽ ടൈമില്ലായിരുന്നു. എന്നാൽ എനിക്ക് നിങ്ങളുടെ കരമൊന്ന് കാണാൻ താല്പര്യമുണ്ട്. കാരണം ആത്മാവ് അങ്ങനെ പറഞ്ഞെങ്കിൽ ഇതിനകത്ത് അങ്ങനെ ആളുകളുണ്ട്. ദുരുപദേശകരുമായിട്ടുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നവരാരെങ്കിലും ഉണ്ടെന്ന് ഒന്ന് കരമൊന്ന് വെയ്വ് ചെയ്യാമോ? നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ദൂത്. കർത്താവ് നിങ്ങളുടെ ആ ടെൻഷൻ മനസ്സിലാക്കുന്നു. ബൈബിളിലെ നമുക്ക് മടങ്ങി വരാം. ദൈവവചനത്തിന് ശക്തിയുണ്ട്. ഞാൻ പറയാം, ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ എനിക്കത് പറയുന്നതിനൊരു നാണവുമില്ല. എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തയാളാണ്. എന്നെ ഒരു ബൈബിൾ കോളേജിൽ പഠിപ്പിക്കാൻ എടുക്കത്തില്ല. പക്ഷെ ഞാൻ ചെയ്യുന്ന നിങ്ങളോട് പറയാം, ദൈവകൃപയിൽ ആശ്രയിച്ച് ഈ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ തീരുമാനമെടുത്ത് അനേക ആവർത്തി വായിക്കുകയും അനേക ബുക്കുകൾ വരുത്തി റിസർച്ച് ചെയ്ത് മൂലഭാഷ അറിയാത്ത ഞാൻ നെറ്റുകൾ പരിശോധിച്ച് എത്രത്തോളം എന്നെ കൊണ്ട് സാധിക്കുമോ അത്രത്തോളം ഞാനിത് റിസർച്ച് ചെയ്യാൻ ശ്രമിക്കുന്നയാളാണ്. കാരണം എൻ്റെ മുൻപിൽ ഒരു ജനമിരിക്കുകയാണ്. ഞാൻ അവരോട് പറയുമ്പോൾ കൃത്യം ദൂതായിരിക്കണം. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 1 മുതലുള്ള വചനം പറയുന്നത്, തെറ്റായത് ഉപദേശിച്ചാൽ എനിക്ക് പിടിവീഴും ഒരു ദിവസം. എനിക്ക് ഉപദേശിക്കുന്നത് കൃത്യമായിരിക്കണം. അവരുടെ ആത്മാക്കൾ രക്ഷപ്പെടണം, അവരുടെ ആത്മാക്കൾ സംരക്ഷിക്കപ്പെടണം. ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. MDC സടകുടഞ്ഞ് എഴുന്നേൽക്കട്ടെ. ഇന്ന് ഉച്ച കഴിഞ്ഞ വേളയിൽ കണ്ണുകൾ അടച്ചുകൊണ്ട് വായുകൾ തുറന്നുകൊണ്ട് ഒരു സമൂഹം, ഒരു സൈന്യം നമുക്കെതിരെ ഉണ്ടെങ്കിൽ ഭാരപ്പെടേണ്ട. യുദ്ധവീരനാകുന്ന ദൈവം നമ്മോടൊപ്പം ഉണ്ട്. എല്ലാ വായുകളും തുറക്കട്ടെ, എല്ലാ വായുകളും തുറക്കട്ടെ. Glory to Jesus, glory to Jesus. ദൈവകൃപ ഇന്ന് ഏറ്റെടുക്കാൻ കഴിയുമോ? ദൈവകൃപ ഏറ്റെടുക്കാൻ കഴിയുമോ? പാസ്റ്ററെ, വായിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല, എനിക്ക് ഏകാഗ്രതയില്ല, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? അങ്ങനെയുള്ളവർ ആരുണ്ട് ഇന്ന് പകൽക്കാലം? എനിക്ക് ദൈവവചനം വേണ്ടപോലെ ഒപ്പിയെടുക്കാൻ കഴിയത്തില്ല. ഞാൻ ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. കർത്താവ് കെട്ടുകളെ പൊട്ടിക്കും. ദൈവത്തിന്റെ വചനം വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകാൻ കഴിയും. അതിനകത്താണ് കീരിക്കുന്നത്. അടുത്ത ഞായറാഴ്ച ചെല്ലുമ്പോൾ ഒരുക്കപ്പെട്ട ദൂതുമായി കർത്തൃദാസനിലൂടെ നമ്മൾ കേട്ടതുപോലെ the bread of the presence, ഒരുക്കപ്പെട്ട ദൂതുമായി ചെന്ന് പറയുമ്പോൾ അവിടെ രോഗസൗഖ്യം നടക്കട്ടെ. അതിലുപരി അകത്തെ മനുഷ്യൻ പുതുക്കപ്പെടട്ടെ. സ്വർഗ്ഗപിതാവേ, അവിടുത്തെ ദാസന്മാരെ തൃക്കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിനു വേണ്ടി കർത്താവേ, ദൈവവചനം പറയുവാൻ, ദൈവവചനം പഠിപ്പിക്കാൻ ഒരു ദൈവ കൃപയുടെ വ്യാപാരം, ദൈവാത്മാവിന്റെ ഒരു പുതപ്പ് അവിടുത്തെ ജനത്തിന് മേൽ ഇന്ന് പകൽ ഇടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആഗ്രഹത്തോടെ വന്നിരിക്കുന്ന ഓരോരുത്തരുടെ മേലും യേശുവിന്റെ കരം ഇന്ന് പകൽ വയ്ക്കണമേ. നിരാശകൾ മാറട്ടെ, കൺഫ്യൂഷനുകൾ മാറട്ടെ. മഹത്വം പങ്കെടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ.